രചന ഗംഗോത്രി. ഭാഗം 91. പോൾ സക്കറിയാണ് വാതിൽ തുറന്നത്. പുറത്തു നിൽക്കുന്നവരെ കണ്ടപ്പോൾ അദ്ദേഹം ആദ്യമൊന്ന് പരിങ്ങി. പാലാ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരായിരുന്നു. അയാൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. എബി എവിടെ? അവൻ ആശുപത്രിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, കിടക്കുകയാ. അകത്തേക്ക് വന്നോളൂ. പോലീസുകാർ അയാളുടെ പിന്നാലെ അകത്തേക്ക് കയറി. എബി അവരെ കണ്ടപ്പോൾ നിർവികാരതയോടെ നോക്കി. ഇപ്പോൾ എന്തിനായിരിക്കും പോലീസുകാർ വന്നത്? കഴിഞ്ഞ സംഭവങ്ങളൊന്നും അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല. എബിക്ക് കഴിഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ കാര്യങ്ങൾ എന്താണ് സാർ? ഞാൻ എങ്ങനെ ആശുപത്രിയിലായെന്ന് എനിക്കറിയില്ല. ചില നല്ലവരായ മനുഷ്യർ എന്നെ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറഞ്ഞു. കാർത്തി അയച്ച പോലീസുകാരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് അവർ അവനോട് ചോദിച്ചത്. റാവുത്തർ എവിടെയാണ്? നിങ്ങൾ എങ്ങോട്ടാ പോയത്? എന്തിനാ നിങ്ങൾ ഗംഗോത്രിയെ തട്ടിക്കൊണ്ടുപോയത്? പോലീസുകാർ ചോദിച്ചു. സാർ, അവനൊന്നും ഓർമ്മയില്ല. അവൻ പറയുന്നത് സത്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറോട് സംസാരിക്കാം, പോൾ പറഞ്ഞു. മിസ്റ്റർ പോൾ, ഞങ്ങൾ ഇവൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും തെറ്റല്ലാതാവുന്നില്ല. ഗംഗോത്രിയിൽ നിന്ന് ശിവറാം സാർ പരാതി തന്നിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തുന്നതാണ് നല്ലത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്തേ മതിയാവൂ. പെട്ടെന്ന് പോൾ സക്കറിയ വല്ലാതായി. അദ്ദേഹം അവരോട് ശിവറാം സാറുമായി സംസാരിക്കാമെന്ന് സമ്മതിച്ചു. ഗംഗോത്രിയിൽ എല്ലാവരും വലിയ ചർച്ചയിലാണ്. കല്യാണവും സംഹാരവുമായിരുന്നു വിഷയം. എല്ലാവരും സംസാരിച്ച് ഏകദേശം ഒരു ധാരണയിലെത്തി. കല്യാണത്തിന് ഇനി 2 ദിവസമേ ഉള്ളൂ. കാർത്തിയും വിഷ്ണുവും എല്ലാ കാര്യങ്ങളും നോക്കണം, അച്ചമ്മ പറഞ്ഞു. എൻ്റെ കത്രീനാമേ, ഞങ്ങൾ എല്ലാ കാര്യവും ചെയ്തോളാം. അതിൻ്റെ പേരിൽ ഒരു ടെൻഷൻ വേണ്ട. ഞങ്ങൾ പൊളിക്കും, കാർത്തി പറഞ്ഞു. ഡാ, അപ്പോൾ മുകുന്ദനെ നമ്മൾ മോചിപ്പിക്കുമല്ലേ? വിഷ്ണു ചോദിച്ചു. അതെ വിഷ്ണു, മുകുന്ദനെ നമ്മൾ ഇന്ന് തന്നെ മോചിപ്പിക്കും. ജയിലിലേക്ക് അയക്കുകയാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. അവൻ കുറച്ചു കാലം ജയിലിൽ കിടക്കട്ടെ. അപ്പോഴെങ്കിലും നന്നാകുമോ എന്ന് നോക്കാം. 2 ദിവസം കഴിയുമ്പോൾ ശശാങ്കനെയും. അവൻ കുറച്ചുകൂടി പഠിക്കാനുണ്ട്. കാരണം ജയിലിൽ പോയാലും പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. ഇവനൊക്കെ രാജാക്കന്മാരെ പോലെയല്ലേ. നമ്മൾ പോലീസുകാർക്കും ചില സമയം പ്രത്യേകിച്ച് റോളൊന്നുമില്ല. മുകളിൽ നിന്ന് വരുന്ന ഉത്തരവനുസരിച്ച് പെരുമാറുക എന്ന് മാത്രം, കാർത്തി പറഞ്ഞു. അതുതന്നെയാണ് നമ്മുടെ നാടിൻ്റെ ശാപവും. ഒരാൾ തൻ്റെ കടമ നിർവഹിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിന് സാധിക്കില്ല. ഓരോരുത്തർക്കും അതിനു മുകളിൽ മറ്റധികാരികൾ ഉണ്ടാകുമല്ലോ. സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്താലോ അവർ ഒറ്റപ്പെടുകയും അവരുടെ മേലില്ലാത്ത കുറ്റങ്ങളും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ പിശാചിനും കടലിന് നടുവ്. ജോലിയോട് ആത്മാർത്ഥത പുലർത്തുന്ന നല്ല ഉദ്യോഗസ്ഥരുണ്ട്. അവർ വളരെയധികം കഷ്ടപ്പെട്ട് അവരുടെ ജോലി പൂർത്തിയാക്കും. കേസന്വേഷണം നടത്തി ഒരു പ്രതിയെ കണ്ടുപിടിച്ച് കോടതിയിൽ കൊണ്ടുപോയി ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതായിരിക്കും അവരുടെ ഉദ്ദേശം. എന്താ പ്രയോജനം? ഒരു നല്ല വക്കീൽ വിചാരിച്ചാൽ ഇവിടെ ആർക്കും എന്തു കുറ്റവും ചെയ്യാം. അതൊക്കെ ഗൾഫാ ഭേദം. കുറ്റം ചെയ്താൽ ആ സ്പോട്ടിൽ ശിക്ഷയാ. അതുകൊണ്ടെന്താ, എല്ലാവർക്കും ഒരു പേടിയുണ്ട്, ശങ്കർ പറഞ്ഞു. ശിവ അമ്മയുടെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സുമിത്ര മുറിയിലേക്ക് പോകുന്നത് കണ്ടത്. അമ്മേ, ഞാനിപ്പോൾ വരാം, ശിവ പറഞ്ഞു. എനിക്ക് മനസ്സിലായി നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ. 2 ദിവസം കൂടി കാത്തിരിക്കാൻ നിനക്ക് വയ്യേ? കത്രീന ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതല്ലമ്മേ, സത്യമായിട്ടും എനിക്ക് വാഷ്റൂമിൽ പോകണം, ശിവ പറയുന്നതിനിടയിൽ മുറിയിലേക്ക് നടന്നു. സുമിത്ര മുറിയുടെ അരികിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ നിന്നൊരു പാട്ട് കേട്ടത്. മലയോരം ചെറുകാറ്റും കുളിരുള്ള സ്വപ്നങ്ങളും തെളിമാനം നിറമേകും മഴവില്ലിൻ വർണ്ണങ്ങളാൽ, അവൾ സ്വയം പാടി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്റ്റെപ്പുകൾ വെച്ചപ്പോഴാണ് പിന്നിൽ നിൽക്കുന്ന ശിവറാമിനെ കണ്ടത്. സുമിത്ര വേഗം മുഖം പൊത്തി നിന്നു. താൻ പാട്ട് പാടൂ? ഇങ്ങനെ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടില്ല. അയ്യേ, അത് പാട്ടൊന്നുമല്ല. ഞാൻ വെറുതെ ഒരു കവിത എഴുതി നോക്കിയതാ. അത് പിന്നെ പ്രതിലിപിയിൽ ഞാൻ ഓരോന്ന് കുത്തിക്കുറിക്കുന്നതാ. വെറുതെ ഓരോ വട്ട്, സുമിത്ര മുഖം പൊത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു. ശിവ അവളുടെ കൈകൾ പിടിച്ചു മാറ്റി. പിന്നെ ചുവന്നു തൊടുത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി. എങ്കിൽ എനിക്ക് വേണ്ടി ഒന്നുകൂടി പാട്. അതെഴുതിയത് എനിക്ക് വേണ്ടിയാണോ? എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇത്ര സുന്ദരമായ ഈ മുഖം മറച്ചു വെക്കണോ? അത് വേണ്ട, എനിക്ക് കാണണം എപ്പോഴും.
ശിവ അതും പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ അയാളുടെ അധരം അമർത്തി. പെട്ടെന്നാണ് പിന്നിൽ നിന്നൊരു ചുമ കേട്ടത്. ഇവിടെ ആയിരിക്കും അല്ലേ നിന്റെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്? അല്ല, നീ വാഷ്റൂമിൽ പോകുന്നു എന്നല്ലേ പറഞ്ഞത്? കത്രീനയുടെ ശബ്ദം കേട്ടപ്പോൾ രണ്ടുപേരും പെട്ടെന്ന് അകന്നു മാറി. അത് അമ്മേ, ഞാൻ ഇതുവഴി പോയപ്പോൾ സുമിയുടെ കണ്ണിൽ എന്തോ പോയി. അവളുടെ കരച്ചിൽ കേട്ട് ഞാൻ വന്നതാ. ശിവ ഒരു ചമ്മിയ ചിരിയോടെ പറഞ്ഞു. സുമിത്ര ദേഷ്യത്തോടെ ശിവയെ നോക്കി. തൻ്റെ പാട്ടിനാണോ കരയുകയായിരുന്നു എന്ന് പറഞ്ഞത്? താൻ പാടുന്നത് തനിക്ക് തന്നെ ഇഷ്ടമാണ്. മറ്റാരോടും ഇഷ്ടപ്പെടണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. അവൾ ഇതെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് മോന്ത വീർപ്പിച്ച ശിവയെ നോക്കി. ഞാനൊന്നും പറയുന്നില്ല, ഞാനൊന്നും കണ്ടിട്ടുമില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. കത്രീന പുറത്തേക്ക് പോയി. അമ്മ പോയി കഴിഞ്ഞപ്പോൾ ശിവ വാതിലടച്ച് കുറ്റിയിട്ടു. പിന്നെ സുമിത്രയുടെ നേരെ തിരിഞ്ഞു. അപ്പോഴാണ് കടന്നൽ കുത്തിയതുപോലുള്ള അവളുടെ മുഖം അയാൾ ശ്രദ്ധിച്ചത്. അയ്യോ, എന്തു പറ്റി സുമി? അമ്മ അങ്ങനെ പറഞ്ഞിട്ടാണോ? അത് വെറുതെ പറഞ്ഞതാ. അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ. മക്കളെല്ലാവരും ഇതുപോലെ സന്തോഷിച്ചിരിക്കുന്നതാ അമ്മയ്ക്കിഷ്ടം. അതിന് അമ്മയോട് ആർക്കാ ദേഷ്യം? എൻ്റെ ദേഷ്യം നിങ്ങളോടാ. ഐ ഹേറ്റ് യു ശിവേട്ടാ. എനിക്ക് കാണണ്ട നിങ്ങളെ. പൊയ്ക്കോ എൻ്റെ മുമ്പിൽ നിന്ന്. അവൾ പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ശിവ ഒന്നും മനസ്സിലാവാത്തതുപോലെ അവളെ നോക്കി. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? താൻ ഉമ്മ കൊടുത്തിട്ടാണോ? അറിയാതെ പറ്റിപ്പോയതാണ്. സോറി പറഞ്ഞാലോ? പക്ഷേ അവൾ നല്ല മൂഡിലല്ല. കുറച്ച് കഴിഞ്ഞ് വന്ന് സോപ്പിടാം. ശിവ അവളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു. സുമിത്രയ്ക്ക് കരച്ചിൽ വരുന്നു. താൻ പറഞ്ഞ ഉടനെ പോയത് കണ്ടില്ലേ? എന്താ സംഭവിച്ചത് എന്ന് പോലും ചോദിച്ചില്ല. അപ്പോൾ താൻ വിചാരിക്കുന്നത് പോലെ തന്നോട് സ്നേഹമൊന്നുമില്ല. അതോർത്തപ്പോൾ അവൾക്ക് വീണ്ടും വീണ്ടും കരച്ചിൽ വന്നു. തുടരും.